ഓൾ. സോ നമ്മൾ ആ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ സ്റ്റാറ്റസ്, പ്രോബ്ലംസ്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആസ് ദ സോഷ്യലി എക്സ്ക്ലൂഡഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ കുറച്ച് അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് വേർഡ് കോയിൻഡ് ബൈ ദ സൈമൺ കമ്മീഷൻ ഇൻ 1928 ആൻഡ് ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1935. അതായത് ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ടേം കൊണ്ടുവന്നിട്ടുള്ളത് സൈമൺ കമ്മീഷനാണ് 1928. അത് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ ഒരു ടേം റെഫർ ചെയ്യുന്നുണ്ട്. It was adopted in 1935 when the British listed the lowest ranking Hindu caste in a schedule appended to the Government of India. അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് ഒഫീഷ്യലി ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അല്ലെങ്കിൽ ടേബിളിനെയാണ് ഷെഡ്യൂൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരു ടേബിൾ, ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുറച്ച് കാസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു 1935. The scheduled caste were known as untouchables, Harijans or Adishudras or Dalits. ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റുള്ള ആൾക്കാരെ കുറേ പേരുകളിൽ വിളിക്കുന്നുണ്ട്. അത് അൺടച്ചബിൾസ് എന്ന് പറയും, അതുപോലെ ഹരിജൻസ് എന്ന് പറയും, അതിശൂദ്രാസ് എന്ന് പറയും, അതുപോലെ ദളിറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ പറയുന്നല്ല, പറഞ്ഞിരുന്നു എന്നാണ്. ഇപ്പം അങ്ങനത്തെ ടേം ഇല്ല. കാരണം ആൾക്കാർക്ക് അന്ന് ഇത്തിരി അത്രത്തോളം വേൾഡിലേക്കുള്ള അല്ലെങ്കിൽ ലോകവിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ എന്നുള്ള ഒരു സമൂഹത്തിൽ കാസ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് അവർ അങ്ങനത്തെ ടേം ഉപയോഗിച്ചതാണ്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ടേം ഒന്നും യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മളുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. പീപ്പിൾ, ആൾക്കാരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് അവർ എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ്. പക്ഷേ മോസ്റ്റ് കോമൺലി അങ്ങനത്തെ ടേംസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ ഒരു വിവേചനം അവരോട് കാണിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ടേംസ് അല്ലെങ്കിൽ ഈ വേർഡ്സുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് അപ്രൂവ്ഡ് ടേം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മളുടെ ഭരണഘടന അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ടേമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളത്. After independence, the term scheduled caste was adopted by the Constitution of India for the purpose of providing them special facilities. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ടേം അല്ലെങ്കിൽ അത് ആഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട, അവഗണിക്കപ്പെട്ട അവർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടേം വെച്ചുകൊണ്ട് അവരെ സ്പെഷ്യലായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ the term untouchables were coined by Sir Herbert Risley in 1901 while initiating the census of India. 1901 അൺടച്ചബിൾ എന്നുള്ള വേർഡ് ഹെർബർട്ട് റിസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അയാൾ സെൻസസ് നടത്തുന്നതിലൂടെ യൂസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് അൺടച്ചബിൾ. പിന്നെ ദ ടേം ഹരിജൻ വാസ് കോയിൻഡ് ബൈ മഹാത്മാഗാന്ധി 1933. 1933 ഹരിജൻ എന്നുള്ള ടേം മഹാത്മാഗാന്ധി കോയിൻ ചെയ്തു. ആൻഡ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ഈസ് ദാറ്റ് പീപ്പിൾ ഓഫ് ഗോഡ് എന്ന്, ജനങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ജനങ്ങൾ എന്നറിയപ്പെടുന്നവരാണ് ഹരിജൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം മഹാത്മാഗാന്ധി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിശൂദ്ര എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത് ജ്യോതിറാവ് ഫൂലെയാണ്. പിന്നെ ദളിത് എന്നുള്ള വേർഡ് BR അംബേദ്കർ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ്. സോ ദീസ് ആർ ദ വേർഡ്സ് വിച്ച് ഈസ് ഹാവ് ദ സെയിം മീനിങ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് അവർ യൂസ് ചെയ്തിട്ടുള്ള ടേംസാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റാറ്റസ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർക്കുള്ള മെയിനായിട്ടുള്ള അവരുടെ സമൂഹത്തിൽ അവരുടെ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ സ്റ്റാറ്റസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഈവൻ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ
കറണ്ട് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിലും ദർ ആർ കാസ്റ്റ് വിച്ച് ഫേസസ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിൽ. ഇപ്പോഴും നമ്മളുടെ രാജ്യത്ത് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കേരളത്തിൽ നമുക്കത് അത്ര കാണാൻ കഴിയില്ല. ഐ മീൻ കുറേ ആയിട്ട് കാണാൻ കഴിയില്ല. മേ ബി വെൻ അവരുടെ ഗ്രൂപ്പ്സ് കൂടുമ്പോൾ അവിടെ ഉണ്ടെങ്കിലും അത്ര പൊതുസമൂഹത്തിലേക്ക് കാസ്റ്റ് ബേസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് നമ്മളുടെ സൊസൈറ്റി ഇത്തിരി ലിറ്ററേറ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇപ്പം ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഈ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് ടു ദ പീക്കിൽ കാണാൻ കഴിയും. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഹത്രസ് കൊലപാതകം, അതായത് ആ റേപ്പ്, അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസുകാർ അതായത് അവിടുത്തെ കാസ്റ്റിൽ മുതിർന്ന ആൾക്കാരുടെ താഴെയാണ് അവരിയ്ക്കുന്നത്. സോ അവരുടെ ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല. സോ കാസ്റ്റിലുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതിന് മാറ്റം സംഭവിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് പറയുന്നത്. So the scheduled caste are continued to be inferior to the higher caste in many aspects. കുറേ ആസ്പെക്റ്റുകൾ, കുറേ രീതികളിൽ ഈ പറഞ്ഞ ചെറിയ താഴ്ന്ന കാസ്റ്റിലുള്ള ആൾക്കാർ ഒരുപാട് തരത്തിൽ മുതിർന്നല്ല വലിയ കാസ്റ്റിൽ നിന്ന് ചൂഷണം നേരിടുന്നുണ്ട്. They have been humiliated in the society and they are suffering who have brought to focus by many social reformers. അതായത് എന്ന് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ടോ അത് തൊട്ട് ഇത്രയും കാലം വരെ ദേ ആർ ഫേസിങ് ദ ഡിസ്ക്രിമിനേഷൻ. അവർ ചൂഷണത്തിന്, വിവേചനത്തിന് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റവും ഇത്രയും കാലമായിട്ട് സംഭവിച്ചിട്ടില്ല. അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുകയാണ്. അതായത് ഹ്യൂമിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവരെ അവഗണിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടും അത്രത്തോളം അവരെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പം കാസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈവൻ നൗ അങ്ങനെ തന്നെയാണ്. പക്ഷേ സർട്ടൻ സ്റ്റേറ്റ്സിൽ അങ്ങനെ ഇല്ല എന്നേ ഉള്ളൂ. പിന്നെ അതായത് സ്റ്റാറ്റസിൽ മാറ്റങ്ങൾ ചിലയിടത്ത് വന്നിട്ടുണ്ട്, ചിലയിടത്ത് ഈ കാസ്റ്റ് ബേസിന് അത്ര മാറ്റങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യൻ സൊസൈറ്റിയിൽ ചില സ്ഥലങ്ങളിൽ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില സ്റ്റേറ്റുകളിൽ അവരെ അത്രത്തോളം വിവേചനത്തിനും അല്ലെങ്കിൽ ചൂഷണത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് അവരുടെ സ്റ്റാറ്റസ് ഇപ്പോൾ. പിന്നെ അവരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 5 തരത്തിൽ അവരുടെ പ്രോബ്ലംസിനെ പറ്റി പറയാം. ഒന്ന് സോഷ്യൽ പ്രോബ്ലം പറയാം, പിന്നെ ഒന്ന് റിലീജിയസ് പ്രോബ്ലംസ് പറയാം, എക്കണോമിക് പ്രോബ്ലംസ് പറയാം, പബ്ലിക് ഡിസബിലിറ്റീസ് പറയാം, എഡ്യൂക്കേഷണൽ ഡിസബിലിറ്റീസ് പറയാം. സോ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അതായത് ഈ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ചിന്ത ഉണ്ടാവും, ഞങ്ങളാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ പ്യുവർ ആൻഡ് ഇംപ്യുവർ ഉണ്ടല്ലോ, ശുദ്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഞങ്ങളവരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇംപ്യുവർ ആവും എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതായത് ആൾക്കാരിൽ നിന്ന് ദൂരെ, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മളെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ വൈക്കം സത്യാഗ്രഹമൊക്കെ അതാണ്. അതായത് ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർ ഇത്ര മീറ്ററിൻ്റെ അപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇവരെ കാണാൻ പാടില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതിൻ്റെ ബേസിസിലാണ് ഈ സോഷ്യൽ പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് എക്കണോമിക് പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ റിലീജിയസ് പ്രോബ്ലം ആകാം. ടോട്ടലായിട്ട് നമ്മൾ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയും. അത് ടെമ്പിളിൽ കയറാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കിണർ യൂസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ റോഡുകൾ യൂസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ പ്രോബ്ലംസ് ഈ കാസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യും. അത് സെയിം ആണ് പബ്ലിക് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. പൊതുവായിട്ടുള്ള അവർക്കുള്ള ചൂഷണം അല്ലെങ്കിൽ അവർക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്. പബ്ലിക്കലി ദേ കാൻ യൂസ് പബ്ലിക്കായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യാനുള്ള അധികാരം ആരും കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ ഹയർ കാസ്റ്റ് കൊടുക്കുന്നില്ല. ഈവൻ നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ആണ് അതായത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല ഓൺ ദ ബേസിസ് ഓഫ് റേസ്, സെക്സ്, അല്ലെങ്കിൽ റിലീജിയൻ, കാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. നമ്മളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല ഷോപ്പുകളിലേക്ക് ലോവറായിട്ടുള്ള കാസ്റ്റുകളൊക്കെ ആൾക്കാരെ കയറ്റില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, അവരത് യൂസ് ചെയ്യേണ്ട, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മളുടെ രാജ്യത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ അങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യലായിട്ടുള്ള പ്രശ്നം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിലീജിയസ് പ്രോബ്ലംസ്,
യൂസ് ചെയ്യാനുള്ള. ഇപ്പോഴും എന്താ പറയുക, ചില ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ അത് ഇംപ്യൂർ ആവും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ചില ടെമ്പിൾ അവരെ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലം വരിക. പിന്നെ എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഈവൻ ദോ അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കൂടി അവരെന്ത് ചെയ്യും, കുറച്ചും കൂടെ ലോ ലെവലിലുള്ള ജോബ് ചെയ്യാനും അതുപോലെ അവർ അത്ര കൊടുത്താൽ മതി, അവർ ആ വിഭാഗക്കാരാണ് എന്നുള്ളൊരു ചിന്ത. അതായത് എന്ത് വർക്ക് ചെയ്യുമ്പം ഓക്കെ അവർ ആ വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അത്ര കൊടുത്താൽ മതി, അവർ അതിന് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ അവിടെ എക്കണോമിക് പ്രോബ്ലംസ്, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരും, അവർക്ക് ജോലി കിട്ടാതാവുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ എഡ്യൂക്കേഷണൽ ഡിസേബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കൂള് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ. ചില സ്കൂളുകൾ ചിലപ്പോൾ ക്രിസ്ത്യൻ മിഷനറി ആവാം, ചിലപ്പം ഹിന്ദു ഇതുള്ള കോളേജ് സ്കൂളൊക്കെ ആവാം. സോ അവിടെയൊക്കെ ഈ ഒരു കാസ്റ്റിൻ്റെ ബേസിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ അതൊരു എഡ്യൂക്കേഷണൽ ഡിസേബിലിറ്റീസ് ആയിട്ട് മാറാം. സോ ഈ സോഷ്യൽ പ്രോബ്ലം, റിലീജിയസ് പ്രോബ്ലം ആൻഡ് എക്കണോമിക് പബ്ലിക് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് ഞാൻ തരുന്ന ആർട്ടിക്കിളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഇത് പൊതുവായിട്ട് നമുക്കറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട്, അത് ആ ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ മതി, അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിനെ പറ്റിയിട്ട് ക്ലിയർ ആവും. സോ ഇത്രയാണ് സ്റ്റാറ്റസ് പ്രോബ്ലത്തിലുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കും. ബിക്കോസ് ഓഫ് ദെയർ എന്താ പറയുക, ദെയർ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരെ ഇങ്ങനെ സൊസൈറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അതായത് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു വിവേചനം, അതിപ്പം നമ്മളിപ്പം ജനറൽ SC ST അങ്ങനത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. സോ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ പോളിസി ഓഫ് ഗ്രാൻഡിങ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു ദ ഡൗൺ ട്രോഡൻ ആൻഡ് അണ്ടർ പ്രിവിലേജ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. അതായത് ഈ നമ്മളുടെ സൊസൈറ്റിയിൽ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന കുറേ കൂട്ടം ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിലൂടെ പോളിസീസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആവാം, അത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ ഈ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിമണാണ്, സ്ത്രീകൾക്കാണ്. കാരണം അവർ താഴെ തട്ടിൽ എന്നുള്ളത് കൊണ്ടല്ല, അവർ ഒരുപാട് തരത്തിൽ സെക്ഷുവലായിട്ടും മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ ഹറാസ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് അവർക്ക് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോഴുണ്ടാകും ഒരുപാട് ലോ ആൻഡ് ഓർഡർ കണ്ടിട്ടുണ്ടാവും വിമൺ റിലേറ്റഡ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ദിസ് പ്രാക്ടീസ് വി ക്യാൻ സീ ഇൻ US ആൻഡ് ഇന്ത്യ. അതായത് ഈ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും കാണാൻ കഴിയും, അതുപോലെ ഇന്ത്യയിലും കാണാൻ കഴിയും. The need to discriminate positively in favor of the socially underprivileged was felt for the first time during the nationalist movement. നമ്മളുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ നടന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. Then the Constitution of Independent India, which largely followed the pattern of the GOI Government of India Act 1935, made provisions for positive discrimination in favor of scheduled caste and scheduled tribe. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷന് വേണ്ട കാര്യങ്ങൾ SC ആയാലും ST ആയാലും വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. Besides reserving parliamentary seats for them, they were given advantages in terms of admission to school, colleges, jobs in the public sector, various pecuniary benefit for their overall development and so on. അതായത് പാർലമെൻ്ററി സീറ്റ്സ് അവർക്ക് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് സ്കൂള് കോളേജുകളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ റിസർവേഷൻ ഉണ്ട്. പിന്നെ ചില ജോബുകൾ അതിലും റിസർവേഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഫോർ ദെയർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റിസർവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ പ്രൊവൈഡ്സ്
fundamental rights to all citizens of India, irrespectively their race, caste, religion, status and etc. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അതൊരു നമ്മളുടെ പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ദാറ്റ് ഈസ് ഓൾസോ എന്താണ് ഈ ആൾക്കാർക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഇത് കൊടുക്കുകയാണ്. അതിലൂടെ കുറേ ആർട്ടിക്കിളുകൾ പറയുന്നുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, കാസ്റ്റ്, അതിൻ്റെ ബേസിസിൽ ഒരാളെയും ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രൊവിഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി സർട്ടൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 17 ഒന്നാണ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ദാറ്റ് ഈസ് ഫോർ ദ SC ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ആർട്ടിക്കിൾ 16 ആൻഡ് 335 അതിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ പബ്ലിക് സർവീസ്, അതായത് ജോബ് കാര്യങ്ങളിൽ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ദാറ്റ് ഈസ് ഫോർ SC ആവാം, ST ആവാം, വിമൺ ആവാം, അതായത് ഈ സോഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട്. പിന്നെ ആർട്ടിക്കിൾ 330 ആൻഡ് 332 ആവാം, റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ആണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 46 അതിൽ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്, ഇവരുടെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ. അതുപോലെ ആർട്ടിക്കിൾ 15 ഉണ്ട്, 16 ഉണ്ട്, 19 ഉണ്ട്, 243D ഉണ്ട്, അതിൽ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 338A അതിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, അത് എന്താ പറയുക കാസ്റ്റിൻ്റെ ഇതിലല്ല, പക്ഷേ കാസ്റ്റും ഷെഡ്യൂൾഡ് SC ആൻഡ് STക്ക് കോമൺ ആയിട്ടാണ് എന്ത് വരിക നാഷണൽ കമ്മീഷൻസ് വരിക, അതുകൊണ്ടാണ് ട്രൈബ് എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിലെ മേജറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇതിൽ ഞാൻ ആർട്ടിക്കിൾ 15, 16, 19 ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സെമ്മ് ടെക്സ്റ്റ് എടുത്ത് വായിക്കുക, അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ പറഞ്ഞ ഈ ഒരു പോർഷനിൽ കവർ ചെയ്യാനുള്ളത്.